നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സന്ധ്യാവേളയ്ക്ക് ഏറെ പ്രത്യേകതയുണ്ട്. വൈശാഖമാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി വരുന്ന ഈ സന്ധ്യാവേളയിലാണ് ഹിരണ്യകശിപുവിന്റെ അരമനയുടെ കൽത്തൂണ് പിളർന്ന് മഹാവിഷ്ണുവിന്റെ 4ാമത്തെ അവതാരമായ നരസിംഹമൂർത്തി പുറത്തു വന്നത്. ഇനി കേൾക്കാം സന്ധ്യാനാമം. സാന്ദ്രനീലാംബുധാഭം ജഗനനിഖിതപാണി പാണി മണ്ഡനം മണ്ഡനാനാ കരുണ തുളസീമാല കന്ദരം കഞ്ചനേത്രം സദയതവളഹാസം സദയതവളഹാസം വിഠലം ചിന്തയാമി ചിന്തയാമി ചിന്തയാമി. बोल पंढरीनाथ महाराज की जय. बोल वृंदावन विहार लाल की जय. शंख चक्रधर वैजयंतिधर पीतांबरधर गोवर्धनोधर तुलसीमाला शोभदिगळ तुलसीमाला शोभदिगळ गरुड गमन हरि पंकजनाभा मस्तकलिंग स्वरूपलिंग रूपभंग सज्जन संग यतुकुल तिलक मन्मथ जनक पतित पावन दीन दयालो विश्वस्वरूप भवभयतापा हरिषि बाबा रुक्मिणी कांत रूपानंद जननी जनक तुझ मावगलीना करकटावरी रंगशिलेवरी महाद्वारी गरुडदाहिरी विन विनाद जनार्दन स्वामी
श्याम यदुवरदा मेघ श्याम राधे श्याम यदुवरदा मेघ श्याम नंदन राधे श्याम यदुवरदा मेघ श्याम राधे श्याम यदुवरदा मेघ 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 श्याम नंदन राधे श्याम यदुवरदा मेघ श्याम राधे श्याम यदुवरदा मेघ श्याम गोविंद माधव यादव कुल नंदलाला 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 नंदनंदन राधे श्याम 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 മഹാവിഷ്ണുവിൻ്റെ ഓരോ അവതാരങ്ങൾക്കും ഓരോ ലക്ഷ്യമുണ്ടായിരുന്നു. അതിന് കളമൊരുക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹം അവതാരം ചെയ്യുക. ദശാവതാരങ്ങളിൽ ഏറ്റവും നാടകീയമായ രംഗപ്രവേശമായിരുന്നു നരസിംഹത്തിൻ്റേത്. ആ അവതാര കഥയാണ് ഇന്നത്തെ കഥയമമയിൽ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നേ ദിവസം നരസിംഹ ജയന്തിയാണ്. സന്ധ്യാസമയത്താണ് നമ്മൾ സന്ധ്യാദീപവും കഥയമമ്മയൊക്കെ ആയിട്ട് ഒരുമിച്ചിരിക്കുന്നത്. ഈ സമയത്താണ് ഭഗവാന്റെ അവതാരം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് സാക്ഷാൽ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർദശി ആണ്. ഇന്നേ ദിവസമാണ് ഭഗവാൻ ആ തൂണ് പിളർന്നുകൊണ്ട് ആ പ്രഹ്ലാദനെ രക്ഷിക്കാനായി അത്യധികം ഘോരമായിട്ടുള്ള ആ രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് ഹിരണ്യകശിപു എന്ന് വിളിക്കപ്പെടുന്ന അസുരനെ നിഗ്രഹിച്ച് ദേവന്മാരെ രക്ഷിക്കുന്നത്, ധർമ്മത്തെ വീണ്ടും ഭഗവാൻ സംസ്ഥാപനം ചെയ്യുന്നത്. ആ നരസിംഹ ജയന്തി ദിവസമായിട്ടുള്ള ഇന്നേ ദിവസം ഭഗവാനെക്കുറിച്ച് അനുസ്മരിക്കാൻ നമുക്കൊരവസരം ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ട് കിട്ടിയിരിക്കുന്നു. ആരാണ് നരസിംഹസ്വാമി? ആത്യന്തികമായിട്ട് നമ്മൾ പലപ്പോഴും ചിത്രങ്ങളിലൊക്കെ കാണുന്നത് ഒരു രാക്ഷസനെ മടിയിൽ കിടത്തി തൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് അയാളുടെ മാറ് കീറി ചോര കുടിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ശരീരാവശിഷ്ടങ്ങളൊക്കെ എടുത്ത് മാലയായിട്ട് അണിയുന്ന ക്രോധഭാവത്തിലുള്ളൊരു ഭഗവാൻ. അങ്ങനെ ഒരു ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്നൊരു ഭയം, ഇതൊക്കെയാണ് പൊതുവിൽ നരസിംഹമൂർത്തിയായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്രയധികം കാരുണ്യമുള്ള, ഇത്രയധികം ഭക്തനോട് വാത്സല്യമുള്ള, തൻ്റെ ഭക്തൻ്റെ വാക്കിനെ സത്യമാക്കി തീർക്കാനായി താൻ ഏതറ്റം വരെയും പോകുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആ ഭഗവാന്റെ കരുണാഭാവത്തെ കൂടി നരസിംഹസ്വാമിയിൽ കാണാൻ നമുക്ക് സാധിക്കണം. എന്തിനാണ് ആത്യന്തികമായിട്ട് നരസിംഹാവതാരം ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായിട്ടും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ്. ഹിരണ്യകശിപു എന്ന് പറയുന്ന രാക്ഷസ രാജാവ് ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന സമയത്ത് നാരായണനാമം കേൾക്കാൻ പോലും സാധിക്കില്ലായിരുന്നു എന്നാണ്. ആരെങ്കിലുമൊക്കെ നാരായണനാമം ജപിക്കുകയാണെങ്കിൽ അവരെ കൂടി ഹിരണ്യകശിപുവിൻ്റെ ദൂതന്മാർ ചെന്ന് നിഗ്രഹിക്കും. ഇതായിരുന്നു അവസ്ഥ. അതിന് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള വ്യാപകമായിട്ടുള്ള പകയുടെ കഥയുണ്ട്. ഹിരണ്യാക്ഷൻ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനെ ഭഗവാൻ വരാഹാവതാരം എടുത്ത് വധിച്ചതിൻ്റെ പകയായിട്ട് പ്രതികാരം ചെയ്യാനാണ് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വരം ഈ ഹിരണ്യകശിപു നേടുന്നത്. ആ വരത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നിരവധിയായിട്ടുള്ള നിബന്ധനകളുണ്ട്. അകത്ത് വെച്ച് കൊല്ലരുത്, പുറത്ത് വെച്ച് കൊല്ലരുത്, ദേവന്മാർ കൊല്ലരുത്, അസുരന്മാർ കൊല്ലരുത്, യക്ഷന്മാർ കൊല്ലരുത്, ഗന്ധർവന്മാരുടെ കയ്യാൽ കൊല്ലപ്പെടരുത്, ആയുധങ്ങൾ കൊണ്ട് കൊല്ലാൻ പാടില്ല,
രാവിലെ കൊല്ലാൻ പാടില്ല, രാത്രി കൊല്ലാൻ പാടില്ല. ഇങ്ങനെ കുറേ നിബന്ധനകളുമായിട്ടാണ് ഹിരണ്യകശിപുവിൻ്റെ ഒരു വരം ബ്രഹ്മദേവൻ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. സത്യത്തിൽ അദ്ദേഹം കരുതിയത് അമരത്വം കിട്ടി എന്നാണ്, ലോകപാലകത്വം കിട്ടി എന്നാണ്. സ്വയം അദ്ദേഹം തന്നെയാണ് ഈശ്വരൻ എന്നുള്ള ധാരണ അദ്ദേഹത്തിന് ഉണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ആ ദുർഭരണം തുടങ്ങുന്നത്. പക്ഷെ എപ്പോഴും ഭഗവാന്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ഓരോരുത്തരെയും ഉദ്ധരിക്കാനായിട്ട് ഭഗവാൻ ഭക്തരെയാണ് ഉപയോഗിക്കുക. നോക്കൂ, ഹിരണ്യകശിപു എന്ന് പറയുന്ന രാക്ഷസൻ യഥാർത്ഥത്തിൽ ആരാണ്? ഹിരണ്യാക്ഷൻ യഥാർത്ഥത്തിൽ ആരാണ്? അവർ രാക്ഷസന്മാരായിട്ട് ശാപം കിട്ടി വന്ന ഭഗവാന്റെ പാർഷിതന്മാരായിട്ടുള്ള, ഭഗവാന്റെ കാവൽക്കാരായിട്ടുള്ള ജയൻ, വിജയൻ എന്ന് വിളിക്കപ്പെടുന്ന 2 ദേവന്മാരായിരുന്നു. സനകാദി മുനികൾ ഭഗവാനെ കാണാനായിട്ട് വൈകുണ്ഠത്തിലേക്ക് വന്നപ്പോൾ അവരെ പരിഹസിച്ചു ജയവിജയന്മാർ. ഇത്ര നല്ല ഔന്നത്യത്തിലുള്ള വൈകുണ്ഠം പോലൊരു സ്ഥലത്ത് ഭഗവാന്റെ തൊട്ടടുത്ത് നിൽക്കേണ്ട ഒരു പാരമ്പര്യവും ഭാഗ്യവും കിട്ടിയിട്ടും അത് ഇത്തരത്തിലുള്ള ഭേദഭാവം ചിന്തിക്കാനാണല്ലോ നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള നിരാശയോട് കൂടിയിട്ടാണ് സനകാദി മുനികൾ ഇവരെ ശപിക്കുന്നത്. 3 ജന്മം അസുരന്മാരായിട്ട് ജനിക്കട്ടെ. അങ്ങനെ ആദ്യത്തെ ജന്മത്തിൽ അവർ ജനിച്ചതാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. 2ാമത്തെ ജന്മത്തിൽ അവർ ജനിച്ചതാണ് രാവണനും കുംഭകർണനും. 3ാമത്തെ ജന്മത്തിൽ അവർ ജനിച്ചതാണ് സാക്ഷാൽ ശിശുപാലനും ദണ്ഡവക്ത്രനും. ഈ 3 സമയത്തും ഭഗവാൻ വിവിധങ്ങളായിട്ടുള്ള അവതാരങ്ങൾ എടുത്തുകൊണ്ട് അവരെ നിഗ്രഹിച്ച് മോക്ഷപ്രാപ്തിയിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും തൻ്റെ പാർഷിതന്മാരായിട്ട് ജയവിജയന്മാരായി വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതേസമയം നമുക്കൊക്കെ ഉദാഹരണമാക്കി പ്രവർത്തിക്കാനായി പ്രഹ്ലാദൻ എന്ന് വിളിക്കപ്പെടുന്ന ഭക്തപ്രഹ്ലാദനെ കൂടി സംഭാവന ചെയ്തതും ഇതേ നരസിംഹാവതാരം തന്നെയാണ്. ശ്രീമദ് ഭാഗവത്തിൽ 7ാമത്തെ സ്കന്ധത്തിൽ വിശദമായിട്ട് നരസിംഹസ്വാമിയുടെ കഥ പരീക്ഷിത് മഹാരാജാവിനോട് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ത്രിസന്ധ്യ സമയത്ത് തൻ്റെ ഹരി എവിടെയാണ് ഉള്ളത് എന്നുള്ള അച്ഛൻ്റെ ചോദ്യത്തിന് വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി ഭക്തപ്രഹ്ലാദൻ പറയുന്ന മറുപടിയുണ്ട്. അതിനു മുമ്പ് കൊടിയ പീഡനങ്ങളൊക്കെ അനുഭവിച്ചിട്ടും ഭഗവാന്റെ കൃപ കൊണ്ട് ഒരു പോറൽ പോലും ഏൽക്കാത്ത പ്രഹ്ലാദനാണ് പറയുന്നത്, അച്ഛാ എൻ്റെ ഹരി ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നു. അപ്പോൾ ഹിരണ്യകശിപു ചോദിക്കുന്നുണ്ട്, നിന്റെ ഹരി ഈ തൂണിലുണ്ടോ? തീർച്ചയായിട്ടും അച്ഛാ, എൻ്റെ ഹരി ആ തൂണിലുണ്ട്, എൻ്റെ ഹരി ഈ കാണുന്ന തുരുമ്പിലുമുണ്ട്, ഈ കാണുന്ന അച്ഛനിലും എൻ്റെ ഹരിയുണ്ട്, എന്നിലും എൻ്റെ ഹരി തന്നെയാണ് നിറങ്ങി നിൽക്കുന്നത് എന്നുള്ള ആ ഭാവം പ്രഹ്ലാദനുണ്ടായിരുന്നു എന്നാണ്. എങ്കിൽ ആ തൂണിലുള്ള ഹരിയെ ഞാൻ ഇന്ന് വധിക്കുമെന്ന് കരുതി ഘോരമായിട്ടുള്ള തൻ്റെ ഗത കൊണ്ടും വാളുകൊണ്ടും ആഞ്ഞടിക്കുന്നു സാക്ഷാൽ ഹിരണ്യകശിപു അവിടുത്തെ ആ തൂണിൽ. ആ തൂണ് പിളർന്നുകൊണ്ടാണ് പകുതി സിംഹമായിട്ടും പകുതി മനുഷ്യനായിട്ടും നരഹരിയായിട്ട് ഭഗവാന്റെ അവതാരം ഇന്നേ ദിവസം ഉണ്ടായത്. അല്പസമയം അദ്ദേഹത്തോടൊപ്പം ഒരു ക്രീഡ സമയമാവുന്നത് വരെ, സന്ധ്യയാവുന്നത് വരെ നരസിംഹസ്വാമി യുദ്ധം ചെയ്തു എന്നാണ്. കാരണം തൻ്റെ ഭക്തന്റെ വാക്കിനെ സത്യമാക്കി തീർക്കണം. ബ്രഹ്മാവ് തൻ്റെ ഭക്തനാണ്, അദ്ദേഹം കൊടുത്ത വരമാണ് പകലോ രാത്രിയോ വധിക്കാൻ പാടില്ല എന്ന്. സന്ധ്യാസമയത്ത് ഉമ്മറപ്പടിയിൽ കൊണ്ടുവന്ന് കിടത്തി അദ്ദേഹത്തിൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് ആ ഹിരണ്യകശിപുവിന് മോക്ഷം കൊടുക്കുന്നു സാക്ഷാൽ നരസിംഹസ്വാമി. പ്രപഞ്ചം മുഴുവൻ വിറച്ചു നിൽക്കുന്ന സമയത്ത് സാക്ഷാൽ ലക്ഷ്മി ഭഗവതി പോലും തൻ്റെ ഭർത്താവാണ് ആ കാണുന്നതെന്നുള്ള ബോധ്യമല്ലാണ്ട് ഭയന്ന് മാറി നിന്ന സമയത്ത് ഭക്തപ്രഹ്ലാദൻ മാത്രമാണ് ഭഗവാന്റെ അടുത്ത് പോയി ഭഗവാനെ സ്തുതിച്ച് ഭഗവാനെ ശാന്തനാക്കുന്നത്. ആ പ്രഹ്ലാദനെ ചക്രവർത്തിയായിട്ട് വാഴിച്ചിട്ടാണ് ഭഗവാൻ ആ നരസിംഹാവതാര ലീല ഉപസംഹരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഭഗവാന് ദേവന്മാരെന്നോ അസുരന്മാരെന്നോ ഭേദഭാവമില്ല. തന്നെ ആര് സ്നേഹത്തോടു കൂടി വിളിച്ചാലും അവർക്ക് വേണ്ടി ഏതറ്റം വരെയും ചെന്ന് അവരെ ഉയർത്തുക എന്നുള്ളതാണ് ഭഗവാന്റെ ധർമ്മം. ധർമ്മത്തെ സംരക്ഷിക്കാനായി നരഹരിയായിട്ട് അവതരിച്ച ആ സാക്ഷാൽ ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നരസിംഹ ജയന്തി ദിവസം എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. പ്രാചീന മഹർഷിമാരുടെ ജീവിതചര്യകളിൽ നാം ക്ഷേത്ര ദർശനത്തെക്കുറിച്ച് അധികം കേട്ടിട്ടില്ല. എന്നാൽ അവരെല്ലാം ശ്രേഷ്ഠന്മാരാവുകയും ചെയ്തു. കാരണം അവർക്ക് ലൗകിക ഭ്രമം മറികടന്ന് ഈശ്വരനെ ധ്യാനിക്കാൻ കഴിവുണ്ടായിരുന്നു. അതില്ലാത്ത ആധുനിക ഗൃഹസ്ഥന് ആരാധനയ്ക്ക് ക്ഷേത്രങ്ങൾ അനിവാര്യമാണ്. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. ഇത് അനന്തപുരം ശ്രീ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രം. സർവ അഭീഷ്ടപ്രദായകനായ സാക്ഷാൽ ശ്രീ അനന്ത പത്മനാഭസ്വാമി ശ്രീദേവി സമേതനായിരുന്ന്
ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ദേവസ്ഥാനമത്രേ അനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം. കുലത്തിനൊരു തൊടുകൂറിയായി ശ്രീ ഭാർഗവൻ ഭൂവിൽ പിറന്നു. കാസർഗോഡ് ജില്ലയിലെ പുത്തികൈ പഞ്ചായത്തിലാണ് അനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പൂജിച്ചു പരശുവാർന്നു. അത്യപൂർവമായ സർപ്പക്കെട്ട് ശൈലിയിൽ ചുവന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മതിലുകൾ കടന്നാണ് അനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം. മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും ദേവാലയം മുഴുവനായി കാണുവാൻ സാധിക്കുകയില്ല. ദേവദർശനം പിന്നെയും നിഗൂഢമായിരിക്കും. ക്ഷേത്ര കവാടം കടന്നു കഴിഞ്ഞാൽ വിശാലമായ രാജാങ്കണവും കല്ലുകൾ നിറഞ്ഞ പ്രധാന കവാടവും ബലിക്കല്ലിനടുത്തുള്ള പടികളും കടന്നു വേണം അനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് എത്തുവാൻ. എത്രയും ദർപ്പമോടെ ധാത്രി വാണിടും ക്ഷത്രിയ ഗോത്രം. ദ്വാപരയുഗത്തിൽ വില്ലുമംഗലം സ്വാമിയാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യം. ഇവിടെയുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വില്ലുമംഗലം തപസ് ചെയ്തിരുന്നുവെന്നും ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഉപാസനാമൂർത്തിയാണെന്നുമാണ് ഐതിഹ്യം. ആ നിണത്താൽ തീർത്ത പഞ്ചകതീർത്ഥത്തിൽ കാതനോ തർപ്പണം. അനന്തപുരത്തിന്റെ പഴയ പേര് വില്ലുമംഗലം എന്നായിരുന്നുവെന്നും വില്ലുമംഗലത്ത് ജനിച്ച സന്യാസി വര്യനാണ് പിന്നീട് വില്ലുമംഗലത്ത് സ്വാമിയാരായി മാറിയതെന്നുമാണ് വിശ്വാസം. കുലത്തിനൊരു തൊടുകൂറിയായി ശ്രീ ഭാർഗവൻ ഭൂവിൽ. വിഷ്ണു ഭഗവാന്റെ അനന്യഭക്തരായി ഭഗവാനെ നിത്യവും ഉപാസിച്ചു വന്നിരുന്ന വില്ലുമംഗലം സ്വാമികളെ പൂജാതി കർമ്മങ്ങളിൽ സഹായിക്കുന്നതിനായി പതിവായി ഒരു ബാലൻ ഇവിടെ എത്തിയിരുന്നു. ആ ബാലൻ ആരാണെന്നോ എവിടെ നിന്നാണ് അവിടെ എത്തിയിരിക്കുന്നതെന്നോ സ്വാമികൾ അന്വേഷിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്വാമികൾ പൂജാതി കർമ്മങ്ങളിൽ മുഴുകിയിരുന്നപ്പോൾ ബാലൻ വന്ന് ചില കുസൃതികൾ കാണിക്കുകയുണ്ടായി. പൂജാ സാമഗ്രികൾ എടുത്ത് കുസൃതി കാട്ടിയ ബാലനെ സ്വാമികൾ തന്റെ ഇടം കൈകൊണ്ട് തള്ളി മാറ്റുകയുണ്ടായി. ആ തള്ളലിന്റെ ശക്തി എന്നോണം ബാലൻ ദൂരേക്ക് തെറിച്ചു വീഴുകയുണ്ടായി. ബാലൻ ദൂരെ ചെന്ന് വീണ സ്ഥലത്ത് ഉടൻ തന്നെ ഒരു വലിയ ഗുഹ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. കാര്യം മനസ്സിലാക്കിയ ദീർഘജ്ഞാനിയായ വില്ലുമംഗലം സ്വാമിയാർ കുട്ടിയെ എടുക്കുവാനായി പെട്ടെന്ന് തന്നെ ഗുഹയുടെ സമീപത്തേക്ക് വന്നു. എന്നാൽ സ്വാമിയാർക്ക് ബാലനെ അവിടെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല. പകരം ഓംകാരത്തിന്റെ ഒരു വലിയ ജ്യോതിർലിംഗം അവിടെ പ്രത്യക്ഷമാവുകയും പശ്ചാത്താപ വിവശനായ സ്വാമികൾ ആ ജ്യോതിയെ പിടിക്കുവാനായി മുന്നോട്ടായുകയും ചെയ്തു. സ്വാമികൾ ജ്യോതിയെ പിടിക്കുവാനായി മുന്നോട്ടായുമ്പോഴെല്ലാം അത് നീങ്ങി നീങ്ങി പോവുകയും ചെയ്തു. ഗുഹയിലൂടെ നീങ്ങിയ ജ്യോതി പടിഞ്ഞാറേ കടൽക്കരയിൽ ഇപ്പോഴത്തെ മൊഗ്രാൽ എന്ന പ്രദേശത്തിനടുത്ത് കാണപ്പെടുകയുണ്ടായി. അതിനെ സ്വാമികൾ ദിവസങ്ങളോളം പിന്തുടർന്നുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് എത്തിച്ചേർന്ന ആ ദിവ്യ തേജസ് പഴയ ബാലന്റെ രൂപത്തിൽ സ്വാമികൾക്ക് ദർശനമരുളുകയുണ്ടായി. ഉടൻ തന്നെ തന്റെ ആരാധ്യനായ വിഷ്ണു ഭഗവാന്റെ ദർശനവും അദ്ദേഹത്തിനുണ്ടായി. തന്റെ കൃത്യമോർത്ത് മനസ്താപം പൂണ്ട സ്വാമികളെ ഭഗവാൻ സാന്ത്വനിപ്പിക്കുകയുണ്ടായി. കാലത്തിന്റെ നിയോഗമനുസരിച്ച് എല്ലാം നടക്കണമെന്നും അതുകൊണ്ടാണ് ഈ സംഭവം നടന്നതെന്നും ഇതിൽ തെറ്റൊന്നുമില്ലെന്നുമുള്ള അശരീരി കേൾക്കെ സ്വാമികൾക്ക് ദിവ്യജ്ഞാനമുണ്ടായി. ഈ സമാഗമം നടന്ന സ്ഥലമാണ് പിന്നീട് അനന്തൻകാട് എന്നറിയപ്പെട്ടതും അത് പിൽക്കാലത്ത് തിരുവനന്തപുരമായി പ്രശസ്തിയാർജിച്ചതും. കിഴക്കോട്ട് ദർശനമായിരുന്നാണ് ശ്രീ അനന്തപത്മനാഭസ്വാമി ഭക്തർക്ക് അനുഗ്രഹാശിസുകൾ ചൊരിയുന്നത്. കടുശർക്കര യോഗമെന്ന പുരാതന വിഗ്രഹ ശൈലിയിലാണ് ഇവിടുത്തെ വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത്. മുനിശ്രേഷ്ഠന്മാരുടെ തപോശക്തി മൂലം ഭഗവാന്റെ അസ്തിത്വം അതിന്റെ സിദ്ധാന്തമനുസരിച്ച് പരിവർത്തനം ചെയ്തപ്പോൾ ഉണ്ടായ ശൈലി അത്രേ കടുശർക്കര യോഗം. അനന്തപുരം ക്ഷേത്രത്തിലെ പുരാതന വിഗ്രഹങ്ങൾ കടുശർക്കര യോഗത്താൽ നിർമ്മിതമായതിനാൽ കാലപ്പഴക്കത്താൽ ചില ന്യൂനതകൾ കണ്ടുവന്നിരുന്നു. 1976 നടന്ന
നവീകരണ കലശത്തിന്റെ ഭാഗമായി ഈ പുരാതന വിഗ്രഹങ്ങൾ ശ്രീകോവിലിൽ നിന്നും എടുത്ത് ജലാധിവാസം ചെയ്തു. ഈ സ്ഥാനത്ത് പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കുകയും ചെയ്തു. ഗരുഡന്റെയും ഹനുമാന്റെയും വിഗ്രഹങ്ങൾ ശിലയിൽ തീർത്ത് പ്രതിഷ്ഠിക്കുകയുണ്ടായി. നാഗകന്യകമാരുടെ രൂപങ്ങൾ മരം കൊണ്ട് പണിത് ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു. കലശത്തിനു ശേഷം കണ്ട ദോഷപരിഹാരത്തിനായി ദേവപ്രശ്നം നടത്തിയപ്പോൾ അതിൽ വിഗ്രഹമാറ്റം പ്രധാന ദോഷമായി കണ്ടു. മുൻപുണ്ടായിരുന്ന കടുശർക്കര യോഗത്തിൽ തന്നെ 7 വിഗ്രഹങ്ങൾ നിർമ്മിക്കണമെന്ന് പ്രശ്നത്തിൽ തെളിയുകയുണ്ടായി. കടുശർക്കര യോഗത്തിലുള്ള വിഗ്രഹങ്ങൾ നിർമ്മിച്ച് പ്രതിഷ്ഠിച്ച് ബഹുബേര വിധാനത്തിൽ പൂജ ചെയ്യണമെന്ന് പ്രശ്നത്തിൽ വിധിയുണ്ടായി. ശ്രീരാമചരിതം മൊഴിയും നാവിലമൃതം ശ്രീരാമചരണം പണി. ബഹുബേര വിധാനത്തിൽ പ്രതിഷ്ഠ ചെയ്ത വിഗ്രഹങ്ങളിൽ അഭിഷേകം പതിവല്ല. എന്നാൽ അഭിഷേക വിഗ്രഹങ്ങൾ പ്രത്യേകമായുണ്ട്. ശ്രീകോവിലിൽ നിന്ന് ഇതിനെ പുറത്തു കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് വീണ്ടും യഥാസ്ഥാനത്ത് വച്ച് പൂജിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആത്മാവും ദേഹവും വേറെ വേറെയായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് സങ്കല്പം. എന്നാൽ ഏകബേര വിധാനത്തിൽ ദേഹിയും ദേഹവും ഒരേ വിഗ്രഹത്തിലാണ്. വളരെ വിസ്താരമേറിയ കറുത്ത പാറക്കല്ലിന്റെ മധ്യത്തിലായി തടാകം നിർമ്മിച്ച് അതിന്റെ മധ്യത്തിലാണ് അനന്തപത്മനാഭസ്വാമി കുടികൊള്ളുന്നത്. വൈകുണ്ഠ സദൃശമായ ദേവാലയത്തിൽ ആദിശേഷന്റെ മുകളിൽ ശ്രീമത് നാരായണൻ, ശ്രീദേവി ഭൂദേവിമാർ ഇരുവശങ്ങളിലുമായി ഉപവിഷ്ടനായിരിക്കുന്ന ഭാവത്തിലാണ് ഇവിടുത്തെ അനന്തപത്മനാഭസ്വാമിയുടെ വിഗ്രഹം. മാരുതി പൂജിത ദശമുഖമർദ്ദക യോധ്യപാലക. സർവ അഭീഷ്ട സിദ്ധിക്കായി നടത്തിവരുന്ന ശാശ്വത പൂജ ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ്. കുളത്തിലെ മുതലയ്ക്ക് നിത്യവും നിവേദ്യം നൽകുന്ന ചടങ്ങ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമത്രേ. ഉച്ചപൂജയ്ക്ക് ദേവന് നിവേദിച്ച ചോറ് നിത്യവും ക്ഷേത്ര ജീവനക്കാർ മുതലയുടെ ഗുഹയ്ക്കരികിലെത്തി നൽകുകയാണ് പതിവ്. കുളത്തിന്റെ തെക്കു പടിഞ്ഞാറേ മൂലയിലായി പുരാതന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഗോശാല കൃഷ്ണ ക്ഷേത്രവും കുടികൊള്ളുന്നു. അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് മുൻപ് തന്നെ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നുവെന്നാണ് വിശ്വാസം. കയ്യിൽ കോൽ പിടിച്ചു നിൽക്കുന്ന സുന്ദരമായ കറുത്ത ശിലയിൽ നിർമ്മിച്ച വിഗ്രഹമാണ് ഇവിടുത്തെ ഗോശാല കൃഷ്ണന്റേത്. സർവ അഭീഷ്ടനായ ഈ ഗോപാലകൃഷ്ണ വിഗ്രഹം നിർവിഘ്നം ഭക്തന്മാർക്ക് പുരാതന കാലം മുതൽക്ക് തന്നെ അഭയം നൽകിക്കൊണ്ടിരിക്കുന്നു. അനന്തപുരം ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തായി പ്രവേശന കവാടത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന വനശാസ്താവ് ഈ പ്രദേശത്തിന്റെ ചൈതന്യം കൂടിയാകുന്നു. വിശാലമായ തറയുടെ മുകളിൽ കരിങ്കല്ലിൽ തീർത്ത ശില്പം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഓം വഴി കാട്ടിടേണം ദുർമതത്താലേ മാർഗം മധ്യത്തിൽ മുട്ടും നേരം. ശ്രീ വനശാസ്താ സന്നിധാനത്തിൽ വേട്ടയ്ക്കൊരു മകൻ ദൈവത്തിന്റെ സാന്നിധ്യവുമുണ്ട്. ശ്രീ വനശാസ്താവിന്റെ പടിഞ്ഞാറു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കുളത്തിലെ ജലമായിരുന്നു സന്നിധിയിലെ പൂജാതി കർമ്മങ്ങൾക്ക് ഉള്ള തീർത്ഥമായി മുൻപ് ഉപയോഗിച്ചിരുന്നതത്രേ. അനന്തപുരം ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഗുഹയ്ക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശ്രീകോവിലിൽ ഗണപതിയുടെ സാന്നിധ്യവുമുണ്ട്. പുരാതന കാലത്ത് ഇവിടെ കടുശർക്കര യോഗത്തിലുള്ള ഗണപതി വിഗ്രഹം ആയിരുന്നുവെന്നും പിന്നീട് അത് അഭിഷേകാദി കർമ്മങ്ങളാൽ വിരൂപമായതാണെന്നുമാണ് പ്രശ്നവിധിയാൽ തെളിഞ്ഞതത്രേ. മന്ദാനം പാലാഴിയിൽ മന്ദമന്ദം കണ്ടങ്ങു താണൊരു നേരത്തിങ്കൽ ആമയായി വന്നുയർത്തി ആദിതേയന്മാർ തന്റെ ആമയമെല്ലാം തീർത്ത ആദിനാഥ നമസ്തേ, ആദിനാഥ നമസ്തേ, ആദിനാഥ നമസ്തേ. എനിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് നിരാശപ്പെടുന്നവരുണ്ട്. നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ധാരാളമുണ്ട്. നമ്മെ ഓരോരുത്തരെയും സമൂഹത്തിന് ആവശ്യമുണ്ട്. നേട്ടം നോക്കാതെ കർമ്മരംഗത്ത് സജീവമാകുക. ജീവിതം സന്തോഷകരമാകും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.